സിംഹാസനത്തിലിരിക്കുക എളുപ്പമാണ്, അതിൽ നിന്ന് വീഴാതിരിക്കുക അത്ര എളുപ്പമല്ല. സത്യം പറഞ്ഞാൽ ഈ എപ്പിസോഡിൽ വലിയ ഡ്രാഗൺ ഫൈറ്റ് ഒന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ഇത് ബോറാണെന്ന് കരുതിയാൽ വലിയ തെറ്റായിരിക്കും. ഇപ്പോൾ റെയ്നീര അയൺ ത്രോണിലിരിക്കുന്ന രാജ്ഞിയാണ്. പക്ഷേ അവൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പുറത്ത് ശത്രുക്കളുണ്ട്. അതിലും വലിയ പ്രശ്നം, സ്വന്തം നഗരത്തിനുള്ളിൽ തന്നെ ആളുകൾ അവൾക്കെതിരെ തിരിയാൻ തുടങ്ങുകയാണ്. ജനങ്ങളുടെ വിശ്വാസം കുറയുന്നു. ചുവരുകളിൽ റെയ്നീരയ്ക്കെതിരായ എഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നു. നഗരത്തിൽ ചെറിയ ചെറിയ കലാപങ്ങൾ തുടങ്ങുന്നു. ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് റെയ്നീരയ്ക്കും ഡെയ്മണും ആദ്യം മനസ്സിലാകുന്നില്ല. ഇതിനിടയിൽ ഡെയ്മൺ അന്വേഷണം തുടങ്ങുന്നു. അവൻ ഓരോ സൂചനയും പിന്തുടരുമ്പോൾ ഒരു കാര്യം വ്യക്തമായി വരുന്നു. ഇത് വെറും ജനങ്ങളുടെ പ്രതിഷേധമല്ല, ഇതിന് പിന്നിൽ നല്ല പ്ലാനിംഗ് ഉണ്ട്. മറ്റൊരു ഭാഗത്ത് ഹാരൻഹാളിൽ ഏമണ്ടിൻ്റെ കഥയാണ് നടക്കുന്നത്. പരിക്കേറ്റ് ഒറ്റപ്പെട്ട അവനെ ആലിസ് റിവേഴ്സ് പരിചരിക്കുന്നു. ഇനി അലസൻഡന്റെയും ഹെലീനയുടെയും ഭാഗം. ഇവർ റെഡ് കീപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ ശരിക്കുമൊരു ടെൻഷൻ ഫീൽ ഉണ്ടാകും. പക്ഷേ രക്ഷപ്പെടാൻ പോയവർ അവസാനം അതേ രഹസ്യവഴിയിൽ കുടുങ്ങിപ്പോകുന്നു. ആ രംഗം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ യുദ്ധത്തിൽ ആരും സ്വതന്ത്രരല്ല. രാജ്ഞിയാണെങ്കിലും തടവുകാരിയാണെങ്കിലും എല്ലാവരും ഓരോ സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഈ എപ്പിസോഡിന്റെ അവസാന 5 മിനിറ്റാണ് എല്ലാം മാറ്റിമറിക്കുന്നത്. ഡയമണ്ട് താഴേക്കിറങ്ങി നോക്കുമ്പോൾ റെയ്നീരയോട് വിശ്വസ്തരായ ഗോൾഡ് ക്ലോക്കുകളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നു. മൃതശരീരങ്ങൾ മനഃപൂർവ്വം നിരത്തിവെച്ചിരിക്കുന്നു. ഒരു ഡയലോഗുമില്ലാതെ തന്നെ എല്ലാം പറഞ്ഞു തരുന്ന അത് വെറും കൊലപാതകമല്ല, റെയ്നീരയ്ക്ക് അയച്ച ഒരു തുറന്ന മുന്നറിയിപ്പാണ്. നിന്റെ ഭരണം തകരാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് ഈ എപ്പിസോഡിന്റെ യഥാർത്ഥ മെസ്സേജ്. ആക്ഷൻ കുറവാണെങ്കിലും ടെൻഷൻ ഒട്ടും കുറവില്ല. ഇനി അടുത്ത എപ്പിസോഡിൽ ഈ തീ എങ്ങനെ പൊട്ടിത്തെറിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും.